ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് പല്ല് കെട്ടാൻ പോവാണ്. സെക്കൻഡ് ടൈം ആണ് ഞാൻ കെട്ടണത്. എന്താവോന്ന് അറിയില്ല. ഇപ്പൊ പല്ല് കെട്ടണതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്റെ പല്ലുമ്മ ചെറുതായിട്ട് ഗ്യാപ്പുകള് വന്നു തുടങ്ങിയിട്ടുണ്ട്, ഈ ഫ്രണ്ടിലത്തെ ഒരു ഇതും. അപ്പൊ ഇപ്പൊ കെട്ടണതാണ് നല്ലതെന്നാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോ പറഞ്ഞത്. അപ്പൊ നമ്മൾ പല്ല് കെട്ടണത് ഇപ്പോ കോലഴി അവിടുത്തെ ഒരു ഡെന്റൽ ക്ലിനിക്കിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നമ്മൾ കാർ എടുത്തിട്ട് വന്നേക്കാം, നല്ല മഴയായതുകൊണ്ട്. ഞാൻ പോണ വഴിയിൽ ഇവിടെ കാർ നിർത്തിയിട്ടേക്കണം, നല്ല മഴയാണ് കേട്ടോ. വേണ്ടില്ല. അപ്പൊ ഇപ്പുറത്തെ ഒരു പാടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ജസ്റ്റ് സൈഡ് ആക്കിയതാണ്. പുറത്തത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. കണ്ട ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ പുറത്തത്തെ വ്യൂ. നല്ല പച്ചപ്പും പിന്നെ അവിടെ കണ്ട ശോഭയുടെ ഫ്ലാറ്റുകളാണ്. ഇങ്ങനെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ക്ലൈമറ്റില് ഈ പാടൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ തന്നെയാട്ടോ. അപ്പൊ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്താന്ന് അറിയില്ല. ഇനി കിട്ടുമ്പോ മുമ്പേക്ക് അത്യാവശ്യമായിട്ട് ഗ്യാപ്പും പല്ലും ചെറുതായിട്ട് പൊന്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുമ്പ് പല്ല് കിട്ടിയത്. ഇപ്പൊ അങ്ങനെ പിന്നെയും ഗ്യാപ്പ് വരണോണ്ട് കണ്ട ഡോക്ടർ പറഞ്ഞത് പിന്നെയും കെട്ടണം എന്നാണ്. അപ്പൊ ഒരു 6 മാസത്തേക്കായിട്ട് വേണ്ടു. അപ്പൊ നമുക്ക് നോക്കാം എന്താവും. ഞാനിപ്പോ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയിട്ടാ. പല്ല് നമുക്ക് കെട്ടേണ്ട വന്നില്ല. ഇന്നല്ല പല്ല് കെട്ടണം. മൺഡേ ആണ് പല്ല് കെട്ടണം. അപ്പൊ ഒന്ന് ജസ്റ്റ് നമുക്കൊരു ബാൻഡ് ഇട്ട് തന്നിട്ടുള്ളൂ പല്ല് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ കുറച്ച് ടൈം കിട്ടിയപ്പോ ഞാൻ മാമരെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വണ്ടി പിടിച്ചോണ്ടിരിക്കട്ടെ, അത് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കണേ. അപ്പൊ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മള് ജസ്റ്റ് അവരുടെ വീടിന്റെ വഴിയുടെ ഉള്ളിലേക്ക് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ വല്ലയിടത്തും പാർക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ ഞാൻ പാർക്ക് ചെയ്യട്ടെ വണ്ടി. ഇതാണ് അപ്പൊ അവരുടെ വീട്ടിലേക്ക് പോവാനുള്ള വഴി കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ് നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടാണ് കൂടെ നടന്നു വരുന്നത്. ഇതാട്ട വീട്. ഹലോ, കുഞ്ചുവിന്റെ വീഡിയോ എല്ലാരും കാണണമെന്ന് പറയും. കുഞ്ചുന്റെ വീഡിയോ എല്ലാവരും കാണണം. എന്നിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. കമ്പനി ചെയ്യണം. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറയും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.